വേണ്ട, ഒരു ഗുണ്ടയോ ക്രിമിനലോ ഒക്കെ ആകാൻ ഒരു 5-6 കേസ് മതി. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾ മാന്യമായ നിലയിൽ ഒരു പ്രമാണിയാകണമെങ്കിൽ ഒരു 45-55 വയസ്സെങ്കിലും വരണം. എന്ത് 20, മുറി 30, അറിവ് 40 എന്നാണല്ലോ. സഭയുടെ സെക്രട്ടറി പോലും ആകണമെങ്കിൽ മൂപ്പൻ എന്ന് പറഞ്ഞാൽ മുതുക്കൻ എന്നാണ് വേറൊരർത്ഥം. നമ്മളന്ന് മൂപ്പൻ എന്ന് പറഞ്ഞാൽ മുതുക്കനെ പിടിച്ചാക്കുള്ളൂ, പ്രായമുള്ള ആളെ പിടിച്ചാക്കുള്ളൂ. ഇപ്പം അതൊക്കെ മാറിയില്ലേ? ഇപ്പം മീശ മുളയ്ക്കാത്ത പിള്ളേരൊക്കെ സെക്രട്ടറിമാരാ. അപ്പം കാലം മാറി വരുന്നത് കണ്ടോ? അപ്പം ഇയാൾ പള്ളിയിലെ പ്രമാണി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കാര്യമായിട്ടൊക്കെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാതെ പള്ളിയിൽ സേവമായിട്ടെങ്കിലും പോകാത്ത ഒരാളെ പിടിച്ച് പള്ളിയിലെ പ്രമാണിയാക്കുമോ? ചുരുങ്ങിയത് ഒരു 45-നും 55 വയസ്സിനും ഇടയിലുള്ള ഒരാളായിരിക്കണം ആര്? ഈ യായിറോസ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്ക്. 45-50 വയസ്സുള്ള ഒരാൾക്ക് 12 വയസ്സുള്ള കൊച്ച് എങ്ങനെ ഒത്തുവരും നിങ്ങൾ പറ? പണ്ട് കാലത്തൊക്കെ കല്യാണം പോലും കഴിക്കുന്ന എപ്പോഴാ? ചെറുപ്പത്തിലാ. അറിയാമോ? 2 പിള്ളേർ തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ 10 പറ നെല്ല് കൊടുത്ത് ഇട്ടേക്കുക, ഉറപ്പിച്ചിട്ടേക്കുക അച്ചാരം. വളർന്നവരെ പറയും നിനക്ക് വേണ്ടി 10 പറ നെല്ല് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. ആ കല്യാണം നടക്കുന്നത് പിന്നെ അതാ പണ്ടത്തെ കല്യാണം. കാരണന്മാർ പറയുന്ന കല്യാണമാ അന്നത്തെ കല്യാണം. ഇപ്പോഴങ്ങനെയാണോ? ഇപ്പം ഏത് പെമ്പിളി മോളെ കല്യാണം ആലോചിക്കട്ടെ, വേണ്ട, എന്താ കാര്യം? സ്വന്തം കാലിൽ നിന്നിട്ട് മതി എന്ന് വെച്ചാൽ അവരിപ്പോൾ തൊട്ടടുത്ത് അപ്പുറത്തെ വീട്ടിലെ അമ്മണി ചേച്ചിയുടെ ഒരു കാലും കൗസല്യ ചേച്ചിയുടെ ഒരു കാലിലും അവിടെ നടക്കാൻ തോന്നിപ്പോകും നമുക്ക്. സ്വന്തം കാല് എന്നാ ഈ സ്വന്തം കാലിൽ നിൽക്കുന്നത്? ആ വരുമാനമൊക്കെ ഉണ്ടായി ഏതാണ്ടൊരു യുദ്ധപ്രഖ്യാപനമാണ്. എന്നിട്ട് വേണം അങ്ങേര് പറയുന്നൊന്നും കേൾക്കാതിരിക്കാൻ. ഏതൊക്കെയാണ് ആ സംശയം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അന്ന് ചെറുപ്പത്തിൽ കല്യാണം നടക്കുന്ന ഒരു കാലം, ഒത്തിരി പിള്ളേരുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലം, മിനിമം 45-50 ഇടയ്ക്ക് പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലം, ഇതെല്ലാം കണക്കാക്കുമ്പോൾ എനിക്ക് അനുമാനത്തിലെത്താൻ പറ്റുന്നൊരു കാര്യം പറയാം. ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇയാൾ നേരത്തെ കല്യാണം കഴിച്ച് കാണും, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായി കാണൂല. എൻ്റെ അനുമാനമാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഉണ്ടായൊരു കൊച്ചാണ് ഏത്? ഈ കൊച്ച്. അങ്ങനെ കാത്തിരുന്ന് വയസ്സാം കാലത്തൊക്കെ ഒരു കൊച്ചുണ്ടായാൽ എന്നാ സ്നേഹവും എന്നാ പരിചരണവും ആയിരിക്കും എന്നറിയാമോ? അതിന് അബ്രഹാമിൻ്റെ കൊച്ചുണ്ടായി വയസ്സാം കാലത്ത്. അതിനു മുമ്പേ ഒരു കൊച്ചിനെ ഈ ദൈവികതമല്ലാതെയും പിള്ളേരുണ്ടാവും കേട്ടോ. അല്ലാതെ ഒരു കൊച്ച് വീട്ടിൽ വന്നു, ഇസ്മായിൽ എന്നാണ് പേര്. പക്ഷേ ദൈവം കൊടുക്കാമെന്ന് വെച്ച കൊച്ചിൻ്റെ പേരെന്തായിരുന്നു? ഇസഹാക്ക് എന്നാണ്. ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ചിരി എന്നാണ്. ഇസ്മായിലോ ചിറാലിപ്പ് എന്നാണ്. ചിറാലിപ്പ് എവിടാ കേൾക്കേണ്ടത്? കാട്ടിൽ. ഇപ്പം എവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്? വീട്ടിൽ. അപ്പോൾ സമയത്തിന് മുൻപേ നമ്മൾ ചോദിച്ചു വാങ്ങുന്നൊക്കെ കണ്ടകശനിയായിരിക്കും. സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പഠിക്കണം. അങ്ങനെ വൈകി കിട്ടിയ കൊച്ച് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ദാസിയുമായിട്ടൊക്കെ പ്രശ്നമുണ്ടായി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം പോലും പറഞ്ഞു, എടാ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. സമയത്ത് കല്യാണം നടന്നു, മക്കളില്ലായിരിക്കാം, വൈകി കിട്ടിയ സന്തതി, അതിന് വയസ്സ് 12. ആ കൊച്ചിനാണ് രോഗം പിടിച്ചിരിക്കുന്നത്. മരിക്കത്തക്ക ദീനം പിടിച്ചു. ഇനി നിങ്ങൾ പറ, പള്ളിയിൽ നോക്കി നിൽക്കണോ, കാലേ വീഴണോ? പറ, എവിടെ വീഴണം? ഞാൻ തീർത്ത് പറയുകയാണ് മക്കളെ, എന്നെയും നിങ്ങളെയൊക്കെ യേശുവിൻ്റെ കാലയിൽ വീഴാൻ എവിടെ തൊടണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയും.
ഈ ലൂക്കോസ് 5-ാമത്തെ അധ്യായത്തിലൊക്കെ കണ്ടില്ലേ, അന്ന് രാത്രി ഒന്നും പിടിച്ചില്ല. അതെന്നാ? മീൻപിടുത്തത്തിന് PhD ആണ് ഈ പത്രോസിന്, അറിയാം. അന്ന് രാത്രി ഒന്നും പിടിക്കാത്തത് അത് ഞാൻ പറയാം, എൻ്റെ വേറൊരു വിഷയമാണെങ്കിലും. അന്ന് രാത്രിയിൽ യേശു എവിടാന്ന് പഠിച്ചു നോക്ക്. അന്ന് രാത്രി യേശു മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? 30 കൊല്ലം സമാധാനമായിട്ട് നടന്നതാ. നാളെ മുതൽ 12 പേരെ തിരഞ്ഞെടുക്കാൻ പോവുക, ഉള്ള സമാധാനം പോകാൻ പോവുക. അപ്പോൾ ചോദിച്ചു, ആരെയാ ആദ്യം വിളിക്കണ്ടേ? അപ്പോൾ ദൈവം പറഞ്ഞു, പത്രോസ്. അവൻ എന്നെ തള്ളിപ്പറയും, യോഹന്നാനാണെങ്കിൽ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട്, യോഹന്നാൻ ആദ്യം വിളിക്കട്ടെ. വേണ്ട, പത്രോസ്. അപ്പോസ്തലന്മാർ ലിസ്റ്റ് ആദ്യം പത്രോസാ. ഇപ്പം ഒരു യോഹന്നാൻ പത്രോസ്. എന്നാൽ പിന്നെ പാതിരാത്രിക്ക് യേശുക്രിസ്തു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് തുറന്ന്, നാളെ മുതൽ എൻ്റെ കൂടെ നടക്കുന്ന ഒന്നാമൻ എവിടാന്നറിയാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം ഈ പുള്ളി ഗലീലാക്കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഇനി ബാക്കി നിങ്ങൾ പറ. അന്ന് രാത്രി അവന് മീനെ കിട്ടണോ വേണ്ടയോ? കിട്ടരുത്. അന്ന് രാത്രി മീനെ കിട്ടിയാൽ അവന് വിഴിഞ്ഞ് തടിപ്പിക്കുമോ അവൻ്റെ പടക്? ഇല്ല. ഇവിടെ എത്രയാ ഒരു കൊട്ട മീനെ വില? 150. കൊല്ലത്തോ 250. വണ്ടി അങ്ങോട്ട് വിടാൻ പറയും. മീനിൻ്റെ വില നിലവാരം നോക്കി അവൻ പടക് അങ്ങോട്ട് വിടും. ഇവിടെ യേശു നോക്കിയത് വെറുതെയാവും. അതുകൊണ്ട് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ചിലത് കയ്യിൽ തരാത്തത്. നിനക്ക് ആരോഗ്യവും പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ടല്ല തരാത്തത്. നേരം വെളുക്കുമ്പോൾ യേശുവിൻ്റെ കയ്യിൽ പത്രോസിനെ കിട്ടണമെങ്കിൽ പത്രോസിൻ്റെ കയ്യിൽ അന്ന് രാത്രി ഒന്നും കിട്ടരുത്. ചിലതൊക്കെ കിട്ടാത്തത് ഇന്ന് രാത്രിയിൽ നിനക്ക് തരാൻ ഈ പന്തലിൽ യേശു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകും ഇന്ന് രാത്രിയിൽ? എവിടെ തൊടണമെന്ന് കർത്താവിനറിയാം. വേണ്ടതില്ല എന്നൊരു വാക്കുണ്ട്. ഞാൻ ഈ മക്കളില്ലാത്തവരെ കുറിച്ചൊക്കെ ഒരു പ്രസംഗം നടത്താറുണ്ട്. അവരെ നമ്മൾ ആശ്വസിപ്പിക്കണമല്ലോ. ചിലൊക്കെ പറയും അത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ശാപമൊന്നുമല്ല, സമാധാനം സന്തതി ഉണ്ടാകും, ചുമ്മാ അങ്ങനെ ഓരോക്കെ, ചുമ്മാ അല്ല ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഏലിയാവിന് എൻ്റെ അങ്ങനെ ഒരു പ്രസംഗമുണ്ട്. പ്രസംഗത്തിൻ്റെ പേര് ഉച്ചക്കില്ല എന്നാണ്. എന്താണ്? നിങ്ങൾ ഉറങ്ങുകയാണോ? എന്താ പ്രസംഗത്തിൻ്റെ പേര്? ഉച്ചക്കില്ല. ഏലിയാവിന് ദൈവം അപ്പവും വെള്ളവും കൊടുത്തു. എത്ര നേരം? 2 നേരം, രാവിലെയും വൈകിട്ട്. എന്താ ഉച്ചയ്ക്ക് കൊടുക്കാത്ത? കാക്കയില്ലേ? ഉണ്ട്. അപ്പമില്ലേ? ഉണ്ട്. ആ കാക്കയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ നൈജീരിയയിലെ കാക്കയാണെന്നും റാവേൽ എന്ന വിഭാഗത്തിലെ കാക്കയാണെന്നും 3 മീറ്റർ നീളമുള്ള 10 കിലോ ഭാരം വഹിക്കാൻ കഴിയുന്ന ചുണ്ടുള്ള കാക്കയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിരിക്കുന്നു. ആ കാക്ക എപ്പോഴില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അന്ന് കാക്കയില്ലേ? ഉണ്ട്. അപ്പമില്ലേ? ഉണ്ട്. തിന്നാൻ ഇവൻ ആരോഗ്യമില്ലേ? ഉണ്ട്. പിന്നെ എന്നതായി ഉച്ചയ്ക്ക് കൊടുക്കാത്ത? സൗകര്യമില്ല. അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരം. സൗകര്യമില്ല. വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ അവിടെ ഇരിക്കുകയല്ലേ. അപ്പം രാവിലെ ഉച്ചയ്ക്ക് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം തോട്ടിൽ നിന്നും അടുത്ത ട്രാൻസ്ഫർ വീട്ടിലേക്കാണ്. അവിടെ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ 3 നേരവും തിന്നൊക്കെ നടക്കാതെ ഒരു നേരം ഒന്ന് പ്രാപിക്കുക. അല്ലേ തന്നെ അവൻ ആരും അറിയാതെ സേവിച്ചു നിൽക്കുന്ന മനുഷ്യനായിരുന്നല്ലോ. ഇനി എൻ്റെ ഭാഷ പറയാം, ദൈവം എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ട് തരണം. ദൈവം പറയണം, എടാ എല്ലാം കൂടെ ഒരാൾക്ക് ഞാൻ കൊടുക്കുകയില്ല, എനിക്ക് ഉച്ചയ്ക്ക് കിട്ടണം. ഒരു കാര്യം ചെയ്യാം, രാവിലത്തെയും വൈകുന്നേരവും ഞാൻ വിഡ്രോ ചെയ്യാൻ പോവാണ്, ഉച്ചയ്ക്ക് തരാൻ പോവാണ്. നിങ്ങളെന്താ പറയുന്നു? നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതിന് ദൈവം തരാൻ പോവുകയാണ്, തന്നതെല്ലാം പിൻവലിക്കാൻ പോവുകയാണ്. ഏതാ വേണ്ട പറ? നമ്മൾ പറയും, എൻ്റെ പൊന്നെ ഇല്ലെങ്കിൽ വേണ്ട, സഹിച്ചോളാം, ഈ ഉള്ളതൊന്നും എന്ത് ചെയ്യരുത്, പിൻവലിക്കരുത്. അതുകൊണ്ട് പഠിക്കണം വചനം. ഉച്ചയ്ക്കില്ലാത്തത് തരാനില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതിൽ കൂടെ ദൈവത്തിന് ചില പദ്ധതികളുള്ളത് കൊണ്ടാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു പോകും അറിയാതെ.
അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഇല്ലാത്തവരായി വന്നിട്ടുണ്ടെങ്കിൽ, മക്കളാകട്ടെ, വീടാകട്ടെ, ജോലിയാകട്ടെ, സൗഖ്യമാകട്ടെ, എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തവരായി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലായ്മക്കാരൻ്റെ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അറിഞ്ഞ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രിയിൽ ഇല്ലായ്മകളെ പരിഹരിക്കാതെ യേശു യോഗം ആശീർവാദം പറയുകയില്ല. നിങ്ങൾക്ക് എങ്ങനെയും വരാം, ഏതില്ലായ്മക്കാരനും വരാം. പക്ഷെ ഇല്ലായ്മക്കാരന്റെ പ്രശ്നത്തെ തൊടാതെ യേശു യോഗം അവസാനിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വീഴാനൊരവസരം കർത്താവ് തന്നിരിക്കുക. ഈ രാത്രിയിൽ പ്രസംഗത്തിൻ്റെ ഓർഡർ കോൾ ചെയ്യുമ്പോൾ ഉയർത്തപ്പെട്ട കാൽവറിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ പന്തലിൽ യേശുവിനെ ഉയർത്തുമ്പോൾ അവൻ്റെ കാൽക്കൽ വീഴാനൊരവസരം ദൈവം എനിക്കും നിങ്ങൾക്കും തരാൻ പോവുകയാണ് ഇന്ന് രാത്രി. വീഴുന്നെങ്കിൽ മടിത്തുമ്പിലുള്ള മുഴുവൻ നാണയത്തുട്ടുകളും വലിച്ചെറിഞ്ഞിട്ടും ഒന്ന് ചിരിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്ത കളിമൺ പ്രതിമകൾക്ക് മുൻപിൽ വെറുതെ സമയം കളയാതെ ഇന്ന് രാത്രിയിൽ വീണാൽ നിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ജീവനുള്ള യേശു ഇന്ന് രാത്രി യോഗത്തിന്റെ മധ്യത്തിലുള്ളത് കൊണ്ട് വീഴുന്നെങ്കിൽ അവന്റെ കാൽക്കൽ വീഴോ. ഒരു നാണക്കേടും വിചാരിക്കേണ്ടെന്നേ, അവന്റെ കാൽക്കൽ വീഴുക. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരേ ഒരു കുഞ്ഞു വരാനുള്ള കാരണമാണ് ഞാൻ. അതുകൊണ്ട് എവിടെ തൊടണമെന്ന് യേശുവിനറിയാം. ആ വീട്ടുകാരൻ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ പക്ഷപാതക്കാരനെ വഴിയിൽ വെച്ച് വിടുവിച്ചാൽ വീട്ടുകാരൻ വിടുവിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ വീട്ടുകാരൻ്റെ മേൽക്കൂര തട്ടിപ്പൊളിച്ചിട്ട് കെട്ടിയിറക്കിയ ദൈവം വിടുവിച്ചത്. എന്തിനാണെന്നറിയാമോ? അവൻ സൗഖ്യമായി വീട്ടിൽ പോയപ്പോൾ ആ വീട്ടുകാരൻ വീട് മേഞ്ഞു തരാൻ പോലും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അവൻ യേശുവിനെ അത്ര ആഴമായി വിശ്വസിച്ചു. ചില മേൽക്കൂരകൾ പൊളിയുമ്പോൾ, ചില മേൽക്കൂരകൾ ദൈവം തമ്പുരാൻ തട്ടിത്തെറിപ്പിക്കുമ്പോൾ, ചിലതൊക്കെ കൈയടക്കി വെച്ചത് നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാക്കണം, നീ യേശുവിനെ ആഴമായി വിശ്വസിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീഴേണ്ടതിനുള്ള ഒരു പദ്ധതിയായിരുന്നു അത് എന്ന് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് ഇഷ്ടം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. സമയം ഇങ്ങനെ പോവുക, സമയം കൃത്യമായിട്ടാണ് പോകുന്നത്, ഞാൻ പതുക്കെയാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. വയസ്സ് എത്രയാണെന്നാ പറഞ്ഞാൽ കൊച്ചൻ്റെ? അതാ കാലം വീഴാൻ രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം ഏകജാതയായ കുഞ്ഞ്. രണ്ടാമത്തെ കാരണം എന്തുവാ? വയസ്സെത്ര? 12. അതെന്നാ ഭാഷ? 12 വയസ്സിൽ പ്രത്യേകതയുണ്ടോ? ഉണ്ടെന്നേ. അതാ യേശുവിൻ്റെ 30 വർഷം 3 തിരിച്ചത്. 12, 18, 3.5. അത് മതിയല്ലോ. 33 കൊല്ലം നമുക്കതിൽ 3.5 കൊല്ലം പഠിക്കാൻ തന്നിട്ടുള്ളൂ. അത് മതിയല്ലോ. 3.5 കൊല്ലം യേശു ജീവിച്ചിട്ട് അത് പഠിച്ചിട്ട് തന്നെ ഇവിടെ തീരുന്നില്ല. ഞാൻ 41 കൊല്ലമായി യേശുവിനെ പ്രസംഗിക്കുക, തീരുന്നില്ല. അപ്പോൾ യേശു എങ്ങാനും നമ്മളെപ്പോലെ 70, 80, 90 വയസ്സുള്ള ആളായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ, അയ്യോ, തിരുവനന്തപുരത്തെ പുൽക്കൊടി പോലും പാലസിലേക്ക് തിരിഞ്ഞു നിന്ന് ആടി ദൈവത്തെ ആരാധിച്ചേനെ. അറിയാമോ? 3.5 മതിയെന്നേ. ചുമ്മാ അതാണോ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്? മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെങ്കിൽ യേശുക്രിസ്തുവിന് കൊടുക്കണം. നിങ്ങളാരും സ്വത്രം പറഞ്ഞില്ല. എന്താ കാര്യം? പുള്ളി പെന്തിക്കോസുകാരനല്ലല്ലോ, അതുകൊണ്ടാണ്. പുള്ളി പറഞ്ഞ കാര്യം കേൾക്കണോ? ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് 100% വിജയം. അതിനെന്താ അത്ര അത്ഭുതം ഇരിക്കുന്നത്? പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ചോദ്യങ്ങൾക്കൊക്കെ മണിമണിയായി ഉത്തരം പറയും. തലയ്ക്കകത്ത് ആൾതാമസമുള്ള പിള്ളേർക്ക് ഇൻ്റർവ്യൂവിന് മികച്ച വിജയം. അവരെയാണ് അഡ്മിഷൻ കൊടുക്കുക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. നേവി ബ്ലൂവിൻ്റെ പാവാടയും സ്കൈ ബ്ലൂവിൻ്റെ ഷർട്ടും നല്ല ബെൽറ്റും ലെഫ്റ്റ് റൈറ്റൊക്കെ സ്കൂളിൽ പോവുക. സർക്കാർ സ്കൂളിലെ പിള്ളേർ പച്ച പാവാടയും
ചെക്ക് ഷർട്ടും ഒരു ഓഞ്ഞ ബെൽറ്റും. അതെങ്ങനെ പോണിയെ പോകുമ്പോൾ കാട്ടപ്പയും പറിച്ച് അതും പറിച്ച് ചാമ്പയ്ക്കയും പറിച്ച് അത് ഇന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ കാശുമില്ല. എൻ്റെ 2 പിള്ളേരും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. 2 പിള്ളേരും മലയാളം മീഡിയത്തിലാണ് പഠിച്ചതും പഠിപ്പിച്ചതും. എൻ്റെ ഒരു ചിന്ത അതാ, മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് മതി എന്നുള്ളതാണ്. അവർ MBA വരെയൊക്കെ പഠിച്ചു. അപ്പോൾ അവർ ഒരു കാര്യം ചിന്തിച്ച്, അപ്പോൾ ഈ തലയ്ക്കകത്ത് നല്ല ബുദ്ധിയുള്ള പിള്ളേരെ സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയത്തിനകത്ത് പഠിപ്പിച്ച് 100% വിജയം, ആ അധ്യാപകൻ മികച്ച അധ്യാപകൻ, അതെന്ത് ന്യായമാ? ചുള്ളിക്കാടുന്നാണ് ചോദിക്കുന്നത്, ഇടാ ഒരു വിവരവുമില്ലെന്ന് നിങ്ങൾ പറയുന്ന ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂള്, ആ സ്കൂൾ 100% വിജയത്തിലെത്തിയാൽ ആ അധ്യാപകനല്ലേ മികച്ച അധ്യാപകൻ? എന്നിട്ട് അദ്ദേഹം അത് കണക്ട് ചെയ്ത് യേശുവിലേക്കാണ്. കേട്ടോ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത യേശുക്രിസ്തു, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത മത്സ്യഗന്ധമുള്ള 12 പേരെ കൊണ്ട് 10 കൊല്ലമില്ല, SSLC വരെ ഇല്ല, വെറും 3.5 കൊല്ലം കൊണ്ട് തൻ്റെ ജീവിതം എന്ന സിലബസ് അവരെ പഠിപ്പിച്ച് താൻ മരിച്ചപ്പോഴേക്കും പാലസ്തീൻ്റെ പച്ചമണ്ണ് ഇളക്കി മറിക്കത്തക്ക നിലയിൽ അവരെ പ്രാപ്തരാക്കുവാൻ യേശുവിനെ കഴിഞ്ഞെങ്കിൽ ലോകം കണ്ട മികച്ച ഗുരുനാഥൻ യേശുക്രിസ്തു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രിയിൽ അവനൊപ്പം പറയാൻ ഒരാളില്ലെന്ന്. അപ്പൊ 12 വയസ്സിലേക്ക് വരാം. യേശുവിൻ്റെ 12 വയസ്സിൽ എന്തോ സംഭവിച്ചു, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. 12 വയസ്സിൽ യേശുവിന് എന്തോ സംഭവിച്ചു. 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ യേശുവിനെ 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ശിരച്ഛേദം ചെയ്ത് പിന്നെ യേശു ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ 12 വയസ്സിൽ യേശുവിനെ ആലയത്തിൽ വെച്ചൊരു സംഭവം മിന്നാമിട്ടം പോലെ കണ്ടിട്ടില്ലേ? യെരൂശലേം ആലയത്തിൽ പെരുന്നാളിന് പോകുന്നു. യോസേപ്പുണ്ട്, മറിയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, യേശുണ്ട്. പോവുക. അവിടെ ഞാൻ ഒന്ന് നിന്ന് വെച്ചുമ്പോൾ ആ പോയിന്റും പെട്ടെന്ന് മറികടക്കാം. അവിടെ ചെന്നു തിരിച്ചു പോരുക. പള്ളി പെരുന്നാൾ തിരിച്ചു പോരുമ്പം ഒരു ദിവസത്തെ വഴിദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ദിവസത്തെ എന്നാ കാര്യം? ആരില്ല കൂടെ? യേശുവില്ല. വല്ല മനസ്സിലായോ? ഈ യേശു ഇല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു ദിവസം വരെ മുന്നോട്ട് പോവാം, അതിനപ്പുറത്തൊരാത്മീകന് പോകാനൊക്കില്ല. സ്തോത്രം. ചിലർ എത്ര കൊല്ലമായി യേശുവില്ലാതെ, 55 വയസ്സായിട്ടും യേശുവില്ലാതെ പോകുന്നേ. ഇപ്പോഴും അറിയാൻ മേല യേശു കൂടെ ഇല്ലെന്ന്. എന്തോ വച്ചേക്കര ജീവിക്കത്ത്. 65 വയസ്സായി, 75 ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശു കൂടെ ഇല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അറിയണം. നമ്മളൊക്കെ ഒരു ജന്മം കൊണ്ടാണ് അറിയുന്നത്. എന്നാലും വേണ്ടില്ല, ചാകുന്നതിന് മുമ്പ് അറിഞ്ഞേച്ചാ മതി. അറിഞ്ഞാൽ ഇനി മുന്നോട്ടില്ല, ബ്രേക്ക്. യേശു ഇല്ലല്ലോ, ഇല്ല. ഞാൻ എൻ്റെ സഹോദരിമാരെ വീട്ടിൽ ചെല്ലും, 2 പേരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ചെന്നാൽ 10:30 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും. എന്നാ കാര്യം? ഒന്നും പറയാനൊന്നുമില്ല. മുത്തേച്ചോട് ചോദിക്കും, ഇപ്രാവശ്യം എത്ര കിൻഡിൽ ഏലക്കായ ഉണ്ടോടി? കാരണം പോകാൻ നേരത്തെ എനിക്ക് ചെറിയ വെച്ച് തരും, അതുകൊണ്ടാണ് രാജകുമാരിയിൽ. അപ്പോൾ ഈ എത്ര കിൻഡലുണ്ട്? മൊത്തം ഏലക്കായും കുരുമുളക്, അത് മണത്തിട്ട് കിടന്നുറങ്ങാനും വേണം വയ്യ. അതുകൊണ്ട് എത്രയുണ്ട്? കുരുമുളക് എത്രയുണ്ട്? പണി കഴിഞ്ഞ് ചോദ്യം തീർന്നു. അതേ സമയത്ത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ വീട്ടിൽ ചെന്ന് കിടന്നാൽ നേരം വെളുക്കുന്നൊരു വർത്താനാണ്. എന്നാ കാര്യം? യേശുവിനെ കുറിച്ചായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ വിൽസൺ പാസ് എന്നാ വർത്തമാനം, ഞങ്ങൾ ബൈബിളിനെ കുറിച്ച് ഭാഷം വന്നു, കുടുംബാടികൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും. എന്നാ കാര്യം? നമുക്ക് കണ്ടമാനം യേശുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളെ ആത്മീയ കാര്യങ്ങളെ ആത്മീയർക്ക് കണ്ടുമുട്ടി എന്നോ പറഞ്ഞാൽ തീരുകയല്ലെന്ന്, ബാക്കി ഇന്ന് പറയാനിരിക്കുക. ഞങ്ങളുടെ കിടക്കാൻ വരും. ചിലപ്പോഴൊക്കെ ഞാൻ പറയും ക്ഷീണം രാവിലെ പറയാം എന്ന് പറയും. നമുക്ക് പറയാനുണ്ടെന്നേ. സ്തോത്രം. ഓർക്കണം കേട്ടോ, യേശു ഇല്ലെങ്കിൽ ഒരു ദിവസമേ പോകാൻ പറ്റൂ. വർഷങ്ങളായി നിങ്ങൾ പോകുകയാണ്, എൻ്റെ അർത്ഥം നിങ്ങൾ യേശുവുമായി ഒരു ബന്ധവുമില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ബ്രേക്ക് ത്രൂ, മടങ്ങുക. എത്രാം ദിവസമാണ് കണ്ടുപിടിച്ചത് യേശുവിനെ?
മൂന്നാം ദിവസം കണക്കൂട്ട്, ഒരു ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ദിവസം. അപ്പോൾ അന്വേഷിച്ചത് ഒരു ദിവസം. ആ അന്വേഷണത്തിലേക്ക് വരാം. 12 വയസ്സായ കൊച്ചിനെ അന്വേഷിച്ച് തിരിച്ച് അവർ യെരൂശലേം ദേവാലയത്തിലെത്തി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അമ്മ മറിയത്തോട്, അമ്മച്ചി ഇങ്ങനെ അന്വേഷിച്ച് നടക്കണ്ട, ഇവിടെ ഇരുന്നോ, ഈ എൻക്വയറി ഓഫീസിൽ ഇരുന്നോ, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. എൻ്റെ കൊച്ചിനെ കാണാതെ, എൻ്റെ രണ്ടാമത്തെ മോള് പ്രൈസിയെ കൊച്ചിയിൽ ഞങ്ങൾ സുവിശേഷം വിലയുമ്പോൾ മലയാള മനോരയുടെ ആയുസ് പ്രോഗ്രാമിൽ കാണാതെ പോയി. പാസ്റ്ററെ, കൊച്ചിനെ കാണാതെ പോയി. നീ എൻ്റെ പൊന്ന്, ഞാനിതുപോലെ വിജയെ കൊണ്ടുവന്ന് എൻക്വയറി ഓഫീസിൽ ഇരുത്തേച്ചും ഞാൻ പാഞ്ഞ് നടക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകവാള് വെട്ടുകാകത്ത് ഒരു TV കടക്കാരൻ ഒരു TV സ്റ്റാൻഡിൻ്റെ മേളിൽ ഈ കൊച്ചിനെ കയറ്റിയിരുത്തേക്കുക, ഒരു ഐസ്ക്രീമും കൊടുത്ത്. അവൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഐസ്ക്രീം കിട്ടിയല്ലോ, തിന്നുകൊണ്ടിരിക്കുക. എല്ലാം കണ്ടപ്പോൾ ഹായ്, ഇവിടെ അകവാള് വെട്ടുക. ഞാൻ പറയേ കൊച്ചേ, നീ എന്നെ അവക്കൊല്ലം മനസ്സിലായോ? അവൾ പറഞ്ഞു, എനിക്ക് ചേട്ടൻ ഐസ്ക്രീം തന്നു. അപ്പം കൊച്ചിനെ കാണാതെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടോ പറയുന്നത് കണ്ടുകിട്ടി. അപ്പോൾ അനൗൺസ്മെൻറ്റ് മുഴങ്ങുകയാണ്. തോളറ്റം മുടി, പൂച്ചക്കണ്ണ്, അരോഗതയുടെ ഗാത്രമായ ശരീരം, പവിഴനിറം, സുന്ദരൻ, കോമളൻ, പേര് യേശു, കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എൻക്വയറി ഓഫീസിൽ വിവരിക്കണം. കൊച്ചിനെ കാണാത്തതുകൊണ്ട് അമ്മയും മാതാപിതാക്കളും സഹോദരങ്ങളും എൻക്വയറി ഓഫീസിൽ ദുഃഖാർത്ഥരായി കാത്തിരിക്കുന്നു. എവിടെ പോവാൻ? ഇനിയൊരു അന്വേഷണത്തിലേക്ക് വരികയാണ്. ഞാനൊരു യാക്കോബായസ് ജനിച്ചു വളർന്നയാളാണ്. 15 വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. ഈ 12 വയസ്സുകാരായ പിള്ളേരെ എവിടെ കാണുമെന്നറിയാമോ നിങ്ങൾക്ക്? പറയാം. ഞങ്ങൾക്ക് പള്ളി പെരുന്നാൾ വരുമ്പം കാരണന്മാർ ചില പൈസ തരും. കാശ് കൊടുക്കുകയൊക്കെ ഉണ്ടാക്കി. എൻ്റെ അപ്പനും കള്ളുകൂടിനായതുകൊണ്ട് വീടിൻ്റെ നിലത്താണ് കുഴിച്ചിരുന്നത്, എടുത്തുകൊണ്ട് വാരിക്കാൻ വേണ്ടി. കയ്യിൽ കാശ് കൊടുക്കുകയൊക്കെ ഇട്ടാൽ അത് പൊടിച്ചുകൊണ്ടു. ഇപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിൽ കാശിന്. പിള്ളേർക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അതൊരു ശീലമായിപ്പോയി. നിലത്ത് കാശ് കൊടുക്കുന്നു, അതിനകത്തിന് ചില്ലറയിട്ട് അത് പൊട്ടിച്ച് അതുകൊണ്ടായി പോകുന്നേ. അപ്പം ഞങ്ങൾ ഈ 12 വയസ്സുകാർ പള്ളിക്കകത്തൊന്നും കയറുന്ന പണിയൊന്നുമില്ല. നമ്മൾ എന്നേ നോക്കിയപ്പോൾ കുറേ സംഗതി കണ്ടു, നല്ല കളർഫുൾ, നോക്കുള്ള അടിപൊളി. നമുക്കതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ എവിടെ കാണും? അപ്പം ഈ യേശുവിനെ അന്വേഷിച്ച് ആളുകളെ എവിടെ ആദ്യം പോയെന്നറിയാമോ? വെടിക്കെട്ട് നടക്കുന്നിടത്താണ് ആര് നിൽക്കുന്നത്? 12 വയസ്സുകാർ. അവരിങ്ങനെ നോക്കുക, ഈ ഒക്കെ മേളിലോട്ടങ്ങ് പോകുമ്പം പൊട്ടുന്നതും ചിതറുന്നതും, ഇതിനിടയിൽ പൊട്ടാത്ത പടക്കം താഴെ വീഴുന്നതും അവന്മാരെ കണ്ടുവച്ചിട്ടുണ്ട്. പണിയെല്ലാം കഴിയുമ്പം അതെടുത്തുകൊണ്ട് വന്ന് അത് അഴിച്ച് അതിൻ്റെ തിരിയൊക്കെ ഫിറ്റ് ചെയ്ത് വീണ്ടും കെട്ടി ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ച് വേറൊരു കല്ല് മേളിൽ വെച്ച് വേറൊരു കല്ല് പൊട്ടോ. ഇതൊക്കെയാണ് 12 പരിപാടി. അപ്പം യേശുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ ഈ കൂട്ടക്കാർ പറഞ്ഞു, മിക്കവാറും വെടിക്കെട്ട് നടക്കുന്നിടത്ത് കാണുമായിരിക്കും, നമുക്കവിടെ പോയി നോക്കാം. അവിടെ നോക്കിയപ്പോൾ കുറേ പിള്ളേർ അവിടെ ഉണ്ട്, പക്ഷേ ആരില്ല? ദൂത്. യേശുവിനെ അന്വേഷിക്കുന്നവർക്ക്, സത്യസന്ധമായ യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് 2000 കൊല്ലം മുൻപൊരു സത്യം മനസ്സിലായി: വെടിക്കെട്ട് നടക്കുന്നിടത്ത് യേശുവില്ലെന്ന്. സ്വോത്രമൊന്നും പറയുന്നില്ല, ഇതികൂടെ എങ്ങനെ പറയും? അവിടുന്ന് യേശുവില്ലെന്ന് അവർക്ക് ഇപ്പോഴും നമ്മുടെ ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അവര് ഇവിടെ എങ്ങും ഇല്ലല്ലോ. നമുക്ക് കുരിശും തൊട്ടി പോയി നോക്കാം. കാരണം അവിടെ ഒരു പണിയുണ്ട്. അവിടെ ഇങ്ങനെ ഈ ഒരു കൂട് മെഴുതിരിയൊക്കെ ഇങ്ങനെ ശീമപ്പത്തിൽ നിന്നൊക്കെ കത്തിച്ച് വെക്കും. അപ്പം അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 5-6 കത്തിക്കും, ബാക്കി ആ മെഴുതി അവിടെ ഇട്ടേച്ച് പോവും. ഒരു മെഴുതിയുടെ ചൂട് കൊണ്ട് അടുത്ത മെഴുതി മറിഞ്ഞാടും. അപ്പം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞാൽ ഈ മറിഞ്ഞാടി ഇതെല്ലാം നിവരെ വെക്കുക എന്നുള്ള. ആർക്കാനും വേണ്ടിയാ ഇങ്ങനെ കത്തിയൊരു രസമാണ്. അവിടെ ചെന്നപ്പോൾ രണ്ടാമത്തെ മർമ്മവും മനസ്സിലായി: ഒരു മെഴുതിരി കത്തിക്കുന്നിടത്ത് മാറില്ല, യേശുവില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എവിടെ തപ്പം? യേശുവിൻ്റെ ഈ യോസേപ്പൊക്കെ ആശാരിപ്പണി ഇതല്ലയോ കുടുംബം നടത്തുന്നത്. വലിയ കാശും വരുമാനമൊന്നും കാണത്തില്ല, ദരിദ്രനായിട്ട് ജനിച്ചല്ലേ. ഐസ്ക്രീം അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞു.
നമ്മളൊക്കെ നേർച്ചയിടാൻ 2 രൂപ കിട്ടിയാൽ ഞങ്ങളൊക്കെ നേർച്ചയിടത്തില്ല. അതുകൊണ്ട് 4 ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞു. ഐസ്ക്രീം ഇല്ല, അന്ന് ഐസേ ഉള്ളൂ ഈർക്കിളിക്കോലയിൽ. അപ്പം അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ഇടയിൽ വേഷമില്ല. അവരാകപ്പാടെ കൺഫ്യൂഷനായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതേ നമ്മൾ ഈ വെടിക്കെട്ടിൻ്റെ അടുത്തും ഈ കപ്പേളയിലും ഈ അവിടെ നിന്ന് ഇച്ചിരി ആത്മീയനാണ്. നമ്മൾ കാര്യം ചെയ്യാം, ശവക്കോട്ടയിലൊന്ന് പോയി നോക്കാം. എന്നാ കാര്യം? കാരണം ഈ പള്ളി ചെല്ലുമ്പോഴാണല്ലോ അപ്പം കിടക്കുന്ന കാര്യം ഓർക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് പോയി ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ഒരു മെഴുതിരി അവിടെയും കത്തിച്ച് വെച്ചും പോരാ. പണ്ടൊരാൾ അവിടെ ചെന്ന് മെഴുകുതിരി കത്തിച്ചു കൊടുത്ത് വേറൊരാൾ പറഞ്ഞു, താനെന്താ അവിടെ മെഴുകുതിരി കത്തിക്കുന്നത്? എൻ്റെ അപ്പനോ? എന്ന് 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം ആ കുഴിയിലാണ് എൻ്റെ അപ്പനേറ്റത്. ഇപ്പം നിങ്ങൾ കത്തിക്കുന്നത് എൻ്റെ അപ്പനാണ്. പുള്ളി പറഞ്ഞു, എന്നാൽ ചേട്ടൻ്റെ അപ്പനും കൂടെ ഒരെണ്ണം കത്തിച്ചേരും. ഈ വല്ലപ്പോഴും ചെല്ലുമ്പോഴാണ് ഈ ചത്ത് കിടക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കുന്നത്. ഓർമ്മ പെരുന്നാളൊക്കെ ഓർമ്മ ദിവസമൊക്കെ ഉണ്ടല്ലോ. യേശു ആത്മീയനായതുകൊണ്ട് ചിലപ്പോൾ അവിടെ കാണും. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിലും അവരുടെ അന്തരാത്മാവിലൊരു വാക്യം ഉദിച്ചു, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ അവൻ അവിടെ ഇല്ല. അമ്മ മറിയത്തെ കാണാൻ മടിയായി അവർക്ക്. അവിടെ ചെന്നുവെച്ച് പറഞ്ഞു, അമ്മ ചോദിച്ചു, കണ്ടോ? ഇല്ല. എവിടെയൊക്കെയാണ് നിങ്ങൾ അന്വേഷിച്ചേ? പോയ സ്ഥലമൊക്കെ പറഞ്ഞ് വെടിക്കെട്ട് കുരിശ് തൊട്ട്. അമ്മ മറിയത്തിനൊരു കാര്യം അറിയാം. സാധാരണ സ്ത്രീ അല്ല അമ്മ മറിയം. അമ്മ മറിയത്തിന് യേശു ആരാണെന്നറിയാം. അറിയാമോ? അമ്മ മറിയം പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞ ഈ വെടിക്കെട്ടും ചപ്പാൻ? അവൻ ഉണ്ടെങ്കിൽ ആലയത്തിനകത്ത് കാണും. ഈ പുറത്ത് നടക്കുന്ന ആരവാരത്തിൽ അവനെ കാണില്ല. അവൻ ഉണ്ടെങ്കിൽ അവിടെ വിട്ടു അവിടെ കാണും. എന്നാ പിന്നെ നേരത്തെ പറയാമേ, നിങ്ങളോട് ചോദിക്കാതല്ലേ പോയത്? വെട്ടുപോയി ആലയത്തിനകത്തോട്ട്. അവിടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കാണണം നിങ്ങൾ. പരീശന്മാര്, ശാസ്ത്രിമാര്, നടുക്ക് യേശു. ഓ, അതൊന്നും പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ 12 വയസ്സുകാരൊക്കെ ഇരിപ്പില്ലേ? ആണ്ട് 10-12 വയസ്സ് കാണും ഇവിടെ ഇരിപ്പുണ്ട്. അവരെന്നാ പണി നോക്കി, അങ്ങോട്ട് നോക്കിയേക്ക്, കണ്ടോ? വർത്താൻ പറഞ്ഞിരിക്കുക, നോക്കി നോക്കി, കണ്ടോ? അവർ ഈ യോഗത്തിലേ അല്ല. അവരെ കുറ്റം പറയാൻ പറ്റുമോ? 12 വയസ്സിൻ്റെ പ്രത്യേകതയാണ് അത്. ഈ പിള്ളേർ പിന്നെ മുമ്പിലായതുകൊണ്ട് വിട്ടുപോയി. ഈ 12 വയസ്സുകാർക്ക് ഇവിടെ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങളൊന്നും അധികം ഈ എപ്പോഴാ ഇടയ്ക്കിടയ്ക്കുന്നു, ഇതെപ്പോഴാ തീരുന്നത്, എപ്പോഴാ? അത്രയേ ഉള്ളൂ. അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഏതായാലും നമ്മുടെ യോഗത്തിൽ 12 പിടിച്ച് അധ്യക്ഷനാക്കാറുണ്ടോ? അതുമില്ല. പിന്നെ എങ്ങനെ ഈ 12 നടുക്ക് കയറിയിരുന്ന് ഉത്തരം പറയാം? യേശു ഇങ്ങനെ അപ്പനെയും കാണാനില്ല, അമ്മയും കാണാനില്ല. അപ്പോൾ അതൊന്നും സങ്കടമൊന്നുമില്ല. കാരണം ആത്മീയം മതിയല്ലോ. വന്നപ്പോൾ ഈ ശാസ്ത്രിമാരും പരീശന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ തർക്കമാണ്, എന്നും തർക്കം അവർക്ക്. ഈ ശാസ്ത്രിമാർ പരീശന്മാരോട് ചോദിച്ചു. അപ്പോഴൊരു പുള്ളി അധ്യക്ഷനായിട്ടിരിപ്പുണ്ട്. ചോദിച്ചു, പള്ളിയിലെ പ്രദർശനമൊക്കെ പോയേക്കുക, ഈ ഒരു സ്ത്രീയെ ഒരാളെ കല്യാണം കഴിച്ചല്ലോ അച്ഛാ. കല്യാണം കഴിച്ചു, അവൻ ചത്തുപോയി. അവൻ്റെ അനിയൻ കല്യാണം കഴിച്ചല്ലോ, കഴിച്ചു, അവനും മരിച്ചുപോയി. ദേവരധർമ്മ വിവാഹ നിയമം അനുസരിച്ച് ഇവളെ 4-5 പേര്, ആരവളെ കെട്ടിയാലും അവൻ ചത്തുപോവുക. അങ്ങനെ അവസാനം എല്ലാം കൂടെ കെട്ടിയെടുത്ത് സ്വർഗത്തിൽ ചെന്നു. ഇവരുടെ ചോദ്യം, ഇവർ ഈ പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അതായി കുടുക്ക് ചോദ്യമാണ്. ഇവരെല്ലാം കൂടി അവിടെ ചൊല്ലുമ്പോൾ ഇവൾ ആർക്ക് ഭാര്യയായിരിക്കും? കുടുക്ക് ചോദ്യമാണ്. അപ്പോൾ പരീശന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം, എല്ലാ കൊല്ലം ഈ ചോദ്യം നിങ്ങൾക്കുള്ളോ? അല്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലല്ലോ അല്ലേ? മറ്റൊരു വിശ്വാസം ചോദിച്ചല്ലേ, പാസ് എപ്പോഴും ഈ സ്വോത്ര കാഴ്ചയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്താ കാര്യം? താൻ ഇടുന്ന വരെ ഞാൻ പറയും. താൻ ഇടുന്നില്ലല്ലോ, താൻ ഇടുന്ന വരെ ഞാൻ പറയും. അതും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഈ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. പരീശന്മാർ പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ ഉത്തരം പറയാൻ പറ്റുക? അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഒരു ശബ്ദം, എക്സ്ക്യൂസ് മീ. നോക്കിയപ്പോൾ ഒരു പയ്യൻ, എന്താ? നിങ്ങൾക്ക് ആർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ ഉത്തരം പറയാം. പരീശന്മാർക്ക് സന്തോഷം, ഒരു പിടിവള്ളിയായി. ഇത് പറഞ്ഞു, എന്നാ മോൻ പറ. അതെ,
നിങ്ങൾ ഈ സ്വർഗത്തിൽ ചെന്നാൽ ഇവൾ ആർക്ക് ഭാര്യയാകുമെന്ന് ചിന്തിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ നോക്കാതെ. അച്ഛാ, സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. അവിടെ നമ്മളെല്ലാവരും ദൂതന്മാരെ പോലെ അല്ലയോ? അത് ശരിയാണല്ലോ. മോൻ്റെ പേരെന്തുവാ? യേശു. നാട് നസറത്ത്. അപ്പൻ യോസേപ്പ്, അമ്മ മറിയ. അവരെന്തേ കാണാനല്ല? ഇഞ്ഞിട്ട് വാ, ഈ സ്റ്റൂളിൽ ഇവിടെ ഇരിക്കുക. അവർ വരുന്നവരെ ഇവിടെ ഇരിക്കുക. അപ്പം അടുത്ത ചോദ്യം, ഇതൊക്കെ എൻ്റെ ഭാവനയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഈ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ശാസ്ത്രിമാരാ, Iyyob 14:14. അപ്പം അവർ പറഞ്ഞു ഇതും കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാ. ആ ഉത്തരം പറ. ഇപ്പം ശാസ്ത്രിമാർ ചോദിച്ചു, അല്ല പയ്യന് വല്ലതും പറയാണ്ട് ഒരു പ്രാവശ്യം ചക്കയിട്ട് മൊയിലെത്തെന്നും പറഞ്ഞ് ഇതിന് വല്ല ഉത്തരവുണ്ടോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അപ്പോൾ കൊച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ല, ഞാൻ പറയാം. എന്നാ പറ. നിങ്ങൾ ചോദിച്ചത് Iyyob 14:14. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരം പറയേണ്ടത് മശിഹയാണ്. യോഹന്നാൻ 11:25 മശിഹ പറയും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. അതുവരെ വെയിറ്റ് ചെയ്യ. മശിഹ വരുമെന്ന മശിഹയ്ക്ക് പറയാൻ കഴിയുന്ന കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മശിഹ മാത്രമേ മരിച്ചത് ഉയർത്തി നിൽക്കത്തുള്ളൂ. പരീശന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പച്ചൻ്റെ മറുപടി. പരീശന്മാരുടെ ഇടയിൽ യൂത്ത് പിള്ളേർ നോക്കി നിന്നപ്പം ഒരു മുതുക്കനാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. പുള്ളിക്ക് അങ്ങ് ഒന്നും അറിയത്തില്ല, കസേരന്ന് എഴുന്നേക്കത്തുമില്ല. പറഞ്ഞു, അച്ഛാ ഒന്ന് എഴുന്നേറ്റ്. എന്തിന്? ഒന്ന് എഴുന്നേക്ക്. പറ്റില്ല. കയ്യിലും കാലിലും പിടിച്ച് അവരാ സദസ്സിൽ കൊണ്ട് ഇരുത്തിച്ചും ഈ കൊച്ചൻ്റെ കയ്യിലും കാലിലും പിടിച്ച് നടുക്കിരുത്തിച്ച് പറഞ്ഞു, മോനെ നീ സദസ്സിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടവനല്ല, നീ നടുക്കിരിക്കേണ്ടവനാണ്. ഇതൊരാശയം ഞാൻ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ, അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. എങ്കിലും എൻ്റെ ആശയത്തിൽ ഉറച്ചതുകൊണ്ട് പറയുകയാണ്, മുക്കിലും മൂലയിലും കട്ടളവാതിക്കലും ഏതെങ്കിലും നെയിം ബോർഡിലും ഒതുക്കേണ്ടവനല്ല നമ്മൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അവനെ ഇരുത്തുന്നെങ്കിൽ നീ അവനെ വീടിൻ്റെ നടുക്കിരുത്ത്, ഇവിടെ ഇരുത്ത്. പാലസ്തീൻ്റെ നടുക്ക് ജനിച്ചവൻ, ജെറുസലേമിന്റെ നടുക്ക് ശുശ്രൂഷിച്ചവൻ, കുരിശിൽ ആകാശത്തിന് ഭൂമിയും നടുക്ക് ക്രൂശിക്കപ്പെട്ടവൻ, ഇന്ന് സ്വർഗത്തിൽ ദൂതന്മാർക്ക് നടുക്കിരിക്കുന്നവൻ, സഭയിൽ 7 നിലവിളക്കുകൾക്ക് നടുവിൽ നടക്കുന്നവൻ, ഇന്ന് രാത്രി യോഗത്തിൽ നമ്മുടെ നടുക്കിരിക്കുന്ന യേശുവിനെ ഇരുത്തുന്നെങ്കിൽ നടുക്കിരുത്തോ. നടുക്കിരിക്കുവാൻ അവൻ യോഗ്യനായ കർത്താവ്. മനസ്സിലായോ എങ്ങനെ നടുക്കേറിയിരുന്നെന്ന്? അവർ പറഞ്ഞു, കാണാൻ വന്നിരിക്കുക. പോയി, യേശുവിൻ്റെ വഴിക്ക് പോയി. അപ്പം ശ്രദ്ധിച്ചോ, 12ാമത്തെ വയസ്സിൽ യഹൂദനൊരു സ്വപ്നമുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ആണാണെങ്കിൽ ഉപദേശം പഠിപ്പിച്ച് മതത്തിൻ്റെ വാക്താക്കളാക്കി മാറ്റണം, പെണ്ണാണെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കണം. ആ സ്വപ്നം, ഈ വൈകി ഉണ്ടാകുന്ന കൊച്ചുങ്ങളൊക്കെ നേർച്ച കുഞ്ഞുങ്ങളാണല്ലോ, അല്ലേ? ആ കർത്താവ് ഒരു കുഞ്ഞിനെ എന്നെ എന്തോ പറഞ്ഞേ, എന്നെ ഓർക്കണം, സങ്കടം കാണണം, കുഞ്ഞിനെ തരണം, ഇത് 3 ചെയ്താൽ അതിനെ നിനക്ക് തരുന്ന കണ്ടോ. അപ്പോൾ വൈകി കിട്ടുന്നതിനെല്ലാം നമ്മൾ ആർക്ക് കൊടുക്കും? നേർച്ചയായിട്ട് കൊടുക്കും. 12 വയസ്സിൽ യഹൂദന്മാർ ഇന്നത്തെ ഇവിടുത്തെ പട്ടത്തെ സഭകൾ എന്ത് ചെയ്യും? ആദ്യ കുർബാന അപ്പോഴാ കൊടുക്കുന്നത്. നന്മയെ സ്വീകരിച്ച് തിന്മയെ തള്ളി കർത്താവിൻ്റെ മണവാട്ടിയാകേണ്ടുന്ന പ്രായത്തിൽ ആദ്യ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വലിയ ആഘോഷമാക്കി വെച്ചിരിക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൊച്ചു മരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമായ, സ്വപ്നങ്ങൾ തകർന്നു പോയി. 12ാമത്തെ വയസ്സിൽ അവരുടെ സങ്കല്പങ്ങൾ തകർന്ന് തരിപ്പണമായി. ഇന്ന് രാത്രിയിൽ നിന്റെ സ്വപ്നങ്ങളെ തിരികെ പിടിക്കാൻ, നിന്റെ സങ്കല്പങ്ങളെ തിരികെ പിടിക്കാൻ, നിന്റെ നഷ്ടങ്ങളെ തിരിച്ചു കിട്ടാൻ നടുക്കിരിക്കേണ്ടവൻ വന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി. 12 വയസ്സ്, അതാണ് കാൽക്കിൽ വീഴാൻ കാരണം. 3ാമത്തെ കാര്യത്തിലേക്ക് വരാം. മറ്റെങ്ങും രക്ഷയില്ലെന്നുറച്ചു, അതാണ് 3ാമത്തെ കാരണം. അതാ 22, 21, 23 എൻ്റെ കുഞ്ഞുമകൾ ജീവിച്ചിരിക്കേണ്ടതിന് അത്യാസനത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോയി? ഇവൻ പ്രമാണിയാകണമെങ്കിൽ പണം വേണമല്ലോ.
പണമുണ്ടായാലും ഇല്ലെങ്കിലും ഒരു കൊച്ചേ ഉള്ളെങ്കിൽ കൊണ്ടുപോകാന്നിടത്തൊക്കെ കൊണ്ടുപോകത്തില്ലയോ? എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി ഇവിടെ വീടിയ രക്ഷയുള്ളെന്ന്. അതാ കാലേ വീണിരിക്കുന്നത്. ഞാൻ കലവറയില്ലാതെ, ഒത്തിരി വളച്ചുകെട്ടില്ലാതെ സ്ട്രെയിറ്റായിട്ടൊരു വാചകം പറയാൻ പോവുക. മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പൊക്കോ, അങ്ങ് നടക്ക. പക്ഷേ ഇത്രയും കൊല്ലം നടന്നിട്ടും, ഇത്രയും തീർത്ഥയാത്ര നടത്തിയിട്ടും, ഇത്രയും പണം മുടക്കിയിട്ടും, ഇത്രയും സമയം കളഞ്ഞിട്ടും മറ്റെങ്ങും രക്ഷയില്ലെന്ന് മനസ്സിലായാലെങ്കിലും വാ. അത് ചെയ്യാമല്ലേ? മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പോ. പക്ഷെ രക്ഷയില്ലെന്ന് ബോധ്യം